സിക്സ്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ ഭരണഘടനയ്ക്കൊരു മുഖവുര. ഭരണഘടന പലതരത്തിലുണ്ട്. ഭരണഘടനകളെ അവയുടെ സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായി തിരിക്കുന്നു. ഭരണഘടനയെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതം, അലിഖിതം എന്നിങ്ങനെ തിരിച്ചു. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടിലൊക്കെ ഭരണഘടന. അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ ന്യൂസിലാൻഡിലെ ഭരണഘടന. ഭരണഘടന മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ദൃഢമായത്, അയവുള്ളത് എന്നിങ്ങനെ തിരിച്ചു. ദൃഢമായ എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാട്, ഓസ്ട്രേലിയ. അയവുള്ള ഭരണഘടനയ്ക്ക് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. നടപ്പിലാക്കിയതെന്നും പരിണമിച്ചതെന്നും രൂപം കൊണ്ട രീതിയെ അടിസ്ഥാനമാക്കി ഭരണഘടനയെ രണ്ടായി തിരിച്ചു. നടപ്പിലാക്കിയതിന് എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ. പരിണമിച്ചതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, കാനഡ. ഇനി ഭരണഘടനയ്ക്ക് ആവശ്യമായ ഗുണങ്ങളാണ് സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത എന്നിവ. സമഗ്രത: ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമ എന്നിവ സമഗ്രമായി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കണം. ഇതാണ് സമഗ്രത. സംക്ഷിപ്തത: ആവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. അതാണ് സംക്ഷിപ്തത. വ്യക്തത എന്ന് വെച്ചാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ഭരണഘടനയ്ക്ക് ആവശ്യമായ മറ്റൊരു ഗുണമാണ് ചലനാത്മകത. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയുന്നതായിരിക്കണം ഭരണഘടന. ഭരണഘടനയുടെ മറ്റൊരു ഗുണം അനുയോജ്യത. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം എന്നതാണ് അനുയോജ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്